വെൽക്കം ടു ആതിര അക്കൗണ്ട്സ്. സി, ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കി, സം ഇൻവെസ്റ്റഡ് അറ്റ് 32% per annum സിംപിൾ ഇൻട്രസ്റ്റ് ഫോർ 5 years is ₹2,400. അപ്പോൾ 5 വർഷത്തിൽ സിംപിൾ ഇൻട്രസ്റ്റിൽ ഇട്ട ആ ഒരു പെർട്ടിക്കുലർ സമ്മിൻ്റെ ഇൻട്രസ്റ്റ് ഏൺ എന്ന് പറയുന്നത് 2,400 ആണ്. എങ്കിൽ ഒരു വർഷം ഏൺ ചെയ്ത ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 480 ആയിരിക്കും. ഓക്കെ, ഈ 480 എന്ന് പറയുന്നത് 32% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണെങ്കിൽ 100% എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പൾ ആയിരിക്കും. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? പി വാല്യൂ വിൽ ബി ഈക്വൽ ടു 1,500. അതായത് 100% ആണ് പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതേ സെയിം എമൗണ്ട് തന്നെ R+12% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇട്ടപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2,535 ആണ്. നമുക്കറിയാം പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 1,500 ആയിരുന്നു. ബട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ടഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ആനുവലി. ഓക്കെ, സോ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,035 എന്ന് വരും. ഓക്കെ, സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,035 എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ 1,500ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത് 5 പോയ 3 എന്ന് വരും. 207, ദാറ്റ് ഈക്വൽ ടു 69. സോ ഇൻട്രസ്റ്റ് ഏൺഡ് ഇസ് ഫോർ അപ് ടു 2 years ആണ്. അപ്പോൾ ഏതൊരു സക്സസീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 69 കിട്ടുക 2 വർഷത്തേക്ക് എന്ന് വെച്ചാൽ അത് 30 ആണ്. അതായത് 30 + 30 + 30 × 30/100 ഈക്വൽ ടു 69. സോ R% എന്ന് പറയുന്നത് നമുക്ക് 30 കിട്ടുമ്പോഴാണ് 69 വരാം. ഓക്കെ, ഈ ടോട്ടലി നോക്കിയേ, R+12%. ഈ ടോട്ടൽ റേറ്റ് ആണ് 30, അല്ലാതെ R അല്ല 30. R+12 ഈക്വൽ ടു 30% ആണെങ്കിൽ R വാല്യൂ വിൽ ബി ഈക്വൽ ടു ഹൗ മച്ച്? 18% ആണ്. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 50% ഓഫ് R. ദാറ്റ് ഈസ് 50% ഓഫ് R എന്ന് പറയുമ്പോൾ 9. ഇവിടെ വരുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ആറിൻ്റെ വാല്യൂ 30 എടുത്ത് ചെയ്യും. 50% ഓഫ് R എന്ന് പറഞ്ഞാൽ 15 വരും. ദാറ്റ് ഈസ് റോങ്. ഓക്കെ.